ഇത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച, ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ഞാൻ ഓഡിയോ കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മൂന്നാറുള്ള ഒരു റിസോർട്ട് പോയതിൻ്റെ കുറേ ഒരു ലോങ് വീഡിയോ ആട്ടോ. ഞാൻ റീൽ എടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ കൂടെ ഞാൻ ക്ലബ് ചെയ്തൊരു ലോങ് വീഡിയോ ആക്കുന്നത് കേട്ടോ. നമ്മൾ മൂന്നാർ പോകണമെന്നൊന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നല്ല. അപ്പോൾ വീക്കെൻഡ് ആയപ്പോൾ ഒരു പണിയുമില്ല. പിന്നെ ഈ ഹോട്ടലിൽ റിവ്യൂവും കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് മൂന്നാർ പോവാം, കുറച്ച് എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാമെന്നൊക്കെ വെച്ചിട്ട് പോയത്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ഒരു 3 to 4 ആ ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. പിറ്റേ ദിവസം തിരിച്ച് നമ്മളൊരു രാവിലെ ഉച്ചയ്ക്കായപ്പോൾ ഇറങ്ങുകയും ചെയ്തു. ബിക്കോസ് അവിടെ തന്നെ വേറൊരു ചോക്ലേറ്റ് ഷോപ്പിൻ്റെ വേറൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി പെട്ടെന്ന് തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ കുറച്ച് നേരം ഒരു 12 hours ഒരു മിനിമം അല്ല മാക്സിമം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര അടിപൊളി റിസോർട്ടാട്ടോ. നമ്മൾ പോയ റിസോർട്ടിൻ്റെ പേരാണ് ഹേസ് ആൻഡ് നട്ട്സ്. നമ്മളിനി അടുത്തത് മൂന്നാർ എവിടെയെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു 9,000 to 13,000 14,000, ഇപ്പോൾ ഞങ്ങൾ നിന്നതൊക്കെ ഹണിമൂൺ കോട്ടേജ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അത് 14,000 എങ്ങടാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ, ഇപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് ഒരു ഫ്രണ്ട്സിൻ്റെ വലിയൊരു ഗ്യാങ്ങൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പപ്പീനെയും കൊണ്ടാട്ടോ പോയത്. പിന്നെ ഞങ്ങൾ ഈ കണിക്കൊന്നും നോക്കണ്ടായിരുന്നു. നമ്മൾ റീൽസിന് വേണ്ടിയിട്ടുള്ള ഷോർട്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അറിയാമല്ലോ, ബിഹൈൻഡ് ദി സീൻസാണ്. നമ്മളിങ്ങനെ കുറേ ആംഗിളിൽ അങ്ങനെയൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല എന്താ പറയുക, ഭയങ്കര വ്യൂ എന്ന് പറയാം. ഇത് നമ്മുടെ ഇപ്പം ഞങ്ങൾ എടുത്ത ഹണിമൂൺ കോട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മലകളും മഞ്ഞുകളുമാണ്. പിന്നെ നടക്കാനൊക്കെ നല്ല പാത്ത് വേസും, പിന്നെ ഇവർ തന്നെ കുറേ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ പപ്പീനെയും കൊണ്ടാണ് പോയത്, അത് വേറെ കാര്യം. അത് പപ്പീനോട് അലൗഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് അവിടെ കുറേ പട്ടികളുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ നമ്മൾ നിന്ന സ്റ്റേൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ. അപ്പോൾ നമ്മൾ കുറച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് പൂളിലോട്ട് ഇറങ്ങി. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിരുന്നു ഇത്ര നേരം പൂളിൽ. അതുകൊണ്ട് പക്കാ സൺസെറ്റ് നമുക്ക് കിട്ടിയില്ല. പൂളിലിറങ്ങി വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ചേ, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ സൺസെറ്റ് കഴിഞ്ഞ് അവരൊക്കെ പോയപ്പോഴാണ് നമ്മളൊന്ന് പതിയെ, അതും 7-7:30 ആവാറായിരുന്നു. അപ്പോൾ 7:30 അവർ പൂള് ക്ലോസ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചുമ്മാ പെട്ടെന്നൊന്ന് ഇറങ്ങി ഒരു 10 to 20 minutes അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വന്നു കേട്ടോ. ഇൻഫിനിറ്റി പൂളാണ് ആ വ്യൂ. ഈ കാണുന്ന വ്യൂ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്റ്റേയിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. അതാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ പൂളിനൊന്നും വലിയ ആഴമില്ല, ബിക്കോസ് എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് കൈ കൊണ്ടിട്ട് ആക്ഷൻ കാണിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചത് പക്കാ മൂന്നാർ സെൻറ്ററിലോ അത് മുകളിൽ കയറിയിട്ടോ അല്ല. ഇത് മറ്റേ പറയാൻ എനിക്കറിയില്ല. മൂന്നാറിലോട്ട് ഇവിടെ നിന്ന് ഒരു 40 minutes ഡ്രൈവിങ് കൂടി ഉണ്ട്, ഇത് മൂന്നാർ സെൻറ്ററിലോട്ട്. അപ്പോൾ ഇവിടെ അത്ര തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല കാറ്റ് രാത്രി ഉണ്ടായിരുന്നു. ഭീകര തണുപ്പുമില്ല. അതായത് ഇപ്പോൾ കുട്ടികളെയോ അല്ലാന്നുണ്ടെങ്കിൽ മുതിർന്ന പാരൻസിനെയൊക്കെ കൊണ്ടുപോകണവർക്ക് ഭയങ്കര ഈ ക്ലൈമറ്റിലാട്ടോ പറയണം. മേ ബി ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും ഇവിടെ. പക്ഷേ ഈ ക്ലൈമറ്റിൽ മൂന്നാറും രാത്രി ഭയങ്കര തണുപ്പ് വരില്ല. അപ്പോൾ പാരൻസിനും കുട്ടികൾക്കും ചിലപ്പോൾ അത്ര തണുപ്പ് പറ്റാത്തവരുണ്ടെങ്കിൽ, എൻ്റെ മമ്മിക്കൊന്നും അങ്ങനെ അത്ര തണുപ്പൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ, പക്ഷേ മൂന്നാർ പോവും വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേയും വേണം എന്നുണ്ടെങ്കിൽ ഈ റിസോർട്ട് ഹേസ് ആൻഡ് നൈറ്റ്സ് എന്നാട്ടോ പേര്, ഒന്നുകൂടെ നോട്ട് ചെയ്തോ. നല്ല റിസോർട്ടാണ്. അവിടെ പോയിട്ട് നമുക്കൊരു വീക്കെൻഡ് അല്ലാന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 5 ദിവസമൊക്കെ നിന്ന് അവിടെ വർക്കൊക്കെ ചെയ്ത് അപ്പോൾ ഞാൻ കീശ കയറും, അത് വേറെ കാര്യം. പക്ഷെ നല്ല രസമാട്ടോ. പക്ഷെ എനിക്ക് ഒരു 5 ദിവസമൊക്കെ ഇങ്ങനത്തെ കാമായിട്ടുള്ള സ്ഥലത്തൊക്കെ നിന്ന് നോക്കിയാനൊക്കെ പറ്റും. പക്ഷേ റോഷന് പറഞ്ഞപ്പോൾ റോഷന് 10 ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ റോഷന് ആ സ്ഥലമൊക്കെ പുറട്ടി. റോഷനിക്ക് ഇങ്ങനെ നാട് വീട് ബഹളം അതൊക്കെ എനിക്ക് 2 ഇഷ്ടമാട്ടോ. എനിക്കൊരു 50% 50% ശാന്തമായിട്ടിരിക്കുകയെന്ന് വെച്ചാൽ 50% എനിക്ക് ബഹളം വേണം. അതിന് ഞാൻ തന്നെ ഇട്ട പേരാണ്, ഞാൻ ആംബിവേർട്ടാണെന്നുള്ള കാര്യം ആയിരിക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ നീന്തേണ്ട വീഡിയോ ഇച്ചിരി അധികം ഉണ്ടായിരുന്നല്ലേ. ഈ നീന്തി എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ സൺസെറ്റ്. ഇവിടെ നിന്ന് നമുക്ക് നല്ല സൺസെറ്റ് വ്യൂ കിട്ടുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ അവർ എപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അവരെ കിട്ടാതെ ഞാൻ ഈ സൈഡിൽ നിന്ന് അവരെ സൺസെറ്റ്, നമുക്ക് കിട്ടിയ സൺസെറ്റിൻ്റെ ഒരു നല്ലൊരു വീഡിയോ എടുത്താൽ, ബിക്കോസ് റീലിൽ നമുക്ക് നല്ലൊരു സൺസെറ്റ് വീഡിയോ വേണമല്ലോ. അവരോട് മാറി പോകാനും പറയാൻ പറ്റത്തില്ല, അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഇതാണ് നൈസ് സൺസെറ്റാട്ടോ ഇവിടെ കിട്ടാം. ഇവിടെ സൺറൈസ് കിട്ടത്തില്ല, സൺസെറ്റ് മാത്രം കിട്ടുന്ന സ്ഥലമാണ്. സൺറൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 minute ഒന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഓഫ് റോഡാണ്, കാലുകൊണ്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ കാലുകൊണ്ടും റോഡ് ടാറൊന്നും ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് ഇച്ചിരി കഷ്ടപ്പെട്ട് കയറൊക്കെ വേണം. പക്ഷേ കുഴപ്പമില്ല, 5 minute നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക സൺറൈസ് വീഡിയോ കിട്ടും കേട്ടോ. വീഡിയോ അല്ല, സൺറൈസ് കിട്ടും കേട്ടോ.
ഇന്ന് ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ദൂരെ ഹോട്ട് എയർ ബലൂൺ പറപ്പിക്കണ കണ്ടു. പോടുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെറുപ്പറേ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരുമായിരുന്നു. സംഭവം എറണാകുളത്തു നിന്ന് ഒരു 4-5 മണിക്കൂർ, അല്ല സോറി 3.5 മണിക്കൂറുണ്ട് മൂന്നാർക്ക്. അപ്പോൾ 3.5 മണിക്കൂർ അങ്ങോട്ട് പോയി, പിറ്റേ ദിവസം രാവിലെ വീണ്ടും വേറെ വീഡിയോ എടുത്ത് 3.5 മണിക്കൂർ തിരിച്ചിങ്ങോട്ട് വന്നു. പിറ്റേ ദിവസം രാത്രി ഒരു 6 മണിയാകുമ്പോഴേക്കും നമ്മൾ എറണാകുളത്തേക്ക് എത്തി. ബിക്കോസ് പട്ടിക്കുട്ടിയായിട്ടാണ് പോയത്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടല്ല, നന്നായിട്ട് മറ്റേ ഈ എന്താ പറയുക അതിന് വണ്ടിയിലിരിക്കുമ്പോൾ മറ്റേ സിക്നസ്സിന് എന്താ പറയണേ, മോഷൻ സിക്നെസ്, ആ സാധനം ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവൻ വണ്ടിയിൽ ഇരിക്കില്ല. ഇവൻ ഓൾറെഡി എനർജറ്റിക് ഡോഗാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവനെ വണ്ടിയിലിരുത്തി കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ കിടന്ന് ഇളകി അവൻ എൻ്റെ മടിയിലിരുത്തിയിട്ടാണ് ഞാൻ അവനെ കൊണ്ടുപോയി. ബിക്കോസ് ബാക്കിലിരുത്തി കഴിഞ്ഞാൽ ഇവൻ കിടന്ന് ഓടി ചാടി മറയണ ഒരു ക്യാരക്ടർ അവൻ്റെ. നിൽക്കില്ല, അപ്പോൾ വീണോണ്ടേ ഇരിക്കും. റോഷപ്പി ഓരോ ബ്രേക്ക് പിടിക്കുമ്പോൾ അവൻ വീഴും. അങ്ങനെ വീണോണ്ടേ. അതുകൊണ്ട് മടിയിലിരുത്തി കൊണ്ടുപോകുമ്പോൾ എന്താ സംബന്ധിച്ച് ഈ ചെക്കൻ ഇരിക്കത്തില്ല. നിന്നെൻ്റെ കാല് മൊത്തം കല്ലച്ചിരിക്കും. ഒറ്റ കാലിൽ മൊത്തം നിന്നും ചവിട്ടി അവന് കാഴ്ച കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവന് നിന്നും ചവിട്ടിയും എൻ്റെ കാല് മൊത്തം കല്ലേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നേരം അവിടെ നിൽക്കാനും പറ്റത്തില്ല. വേഗം തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവനെ സെറ്റാവും. ഇവന് പിന്നെ ഈ മോഷൻ സിക്നസ് ഉള്ളതുകൊണ്ട് ലൂസ് മോഷൻ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട്. അമ്മമാരൊക്കെ പറയണ പോലെ ഉണ്ടല്ലേ കുട്ടികളെ കുറിച്ചിട്ട്. ഇത് കുട്ടികളെ ഗൈസ്, പട്ടി. എന്തായാലും നല്ലൊരു നൈസ് സ്ഥലമായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ഇവിടെ ഇരുന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടു. പിന്നെ ഇതാട്ടോ റിസോർട്ടിൻ്റെ ബാൽക്കണി വ്യൂ. നല്ല രസമല്ലേ കാണാൻ, നല്ല രസമാട്ടോ. ഈ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് രാത്രി ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പ്രൈവസിയാണ്. ഒരു മനുഷ്യൻ നമ്മുടെ അങ്ങനെയൊന്നും വരത്തില്ല. ബിക്കോസ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ റിസോർട്ടും വേക്കൻ്റ് ആയിരുന്നു എന്ന് തോന്നണം. വേക്കൻ്റ് ആണോ അത് ആരും ഇറങ്ങാത്തതാണെന്ന് അറിയില്ല. പിന്നെ ഈ റിസോർട്ടിനെ കണ്ടില്ല, മുകളിലേക്ക് ടെറസൊക്കെ ഇട്ട്. ആദ്യമായിട്ട് റിസോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ടെറസൊക്കെ കിട്ടുന്നത്. പിന്നെ കുട്ടികളായിട്ട് വരുന്നവർക്ക് ഒരു കുഞ്ഞ് പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. പാർക്കൊക്കെ നൈസ് വൈബാണ്. നല്ല കാറ്റൊക്കെ വീശുമ്പോൾ കുട്ടികളെ കൊണ്ട് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് മറ്റൊരു പിക്നിക് സെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനുള്ള തത്രപ്പാടാട്ടോ. ഇവിടെ ഓരോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആംഗിളൊക്കെ നോക്കി എൻ്റെ ഓരോ ഐഡിയകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പൊട്ടത്തരമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇന്ന് നമ്മൾ നടക്കൂട്ടോ, മറ്റേ ഉറുമ്പുകൾ നടന്ന് കയറണ പോലെ നടന്ന് കയറും. എന്ത് എസ്തെറ്റിക്കായിട്ട് എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ ഉറുമ്പല്ല, ഞാനൊരു ചക്കക്കുട്ടി നടന്നു പോണ പോലെ ഉണ്ട്. സ്വയം ബോഡി ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ ആയത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. പക്ഷേ ആ വീഡിയോ ഇത്ര വന്നിട്ടില്ല തോന്നുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ കഴിക്കാൻ വന്നിരുന്നേ കേട്ടോ. അപ്പോൾ വീഡിയോ ആണല്ലോ മുഖ്യം ബിഗ്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഡ്രാമ കളിക്കും കേട്ടോ. റോഷപ്പിയോട് അങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഇരിക്കും, നമ്മൾ വർത്താനം പറയണ പോലെ കാഷ്വലി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വളിപ്പാട്ടോ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇതേമാതിരി മറ്റേ കല്യാണ വീഡിയോക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്യാമറമാൻ പറയില്ലേ, അങ്ങോട്ട് തിരിയും, ഇതങ്ങോട്ട് നോക്കുക, മുകളിലൊരു കാക്ക എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ റോഷപ്പിനെ അവിടെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ നല്ല ഹിറ്റായിരുന്നു കേട്ടോ. പിന്നെ റോഷപ്പി ഭയങ്കര കാഷ്വലൊക്കെ ആയിട്ടിരുന്ന് നമ്മൾ നൈസ് വീഡിയോ ഒക്കെ ആണെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരുമാതിരി രാവിലെ ഒരു 10 മണി നേരം ആയതുകൊണ്ട് നല്ല സണ്ണുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻ്റെ ക്യാമറയുടെ ഫോണിൻ്റെ ക്യാമറയുടെ ബ്രൈറ്റ്നസ് കൂടിയിട്ടതാണോ എന്നറിയത്തില്ല. ഇച്ചിരി ആകെ സൺബേൺ ടൈപ്പായി, അല്ല സൺകിസ് ടൈപ്പായി. അയ്യോ, ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ നമ്മൾ ഇന്നലെ സ്റ്റേക്ക് പോയ ദിവസത്തെ വീഡിയോൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. കട്ട് അവിടെ ഇവിടെയൊക്കെ കയറി വന്നതാണ്. നമ്മൾ ഓരോ കോപ്പറേറ്റീവ് കാണിക്കും അവിടെ നിന്നിട്ട്. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലായിടത്ത് അവിടെ നിന്ന് ഓരോ ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞ് ഓരോ കോപ്പറേറ്റീവൊക്കെ പറഞ്ഞ് ബാക്കിലോട്ട് തന്നെ നോക്കി. ഇതൊരു റിസോർട്ടിൻ്റെ ബാൽക്കണിയിൽ ചാരി വെച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വേറൊരു സൺസെറ്റ് കോട്ടേജിൻ്റെ, അപ്പോൾ അതിൻ്റെ ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കോപ്പറേറ്റീവ് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ഞാൻ രാവിലത്തെ കട്ട് ചെയ്യില്ല. പക്ഷേ ആ ക്ലിപ്പ് ആക്ച്വലി പിന്നെ വരേണ്ടതാണ്. അത് മിക്സ് ആയിപ്പോയതാണ്. ഇത് രാത്രിയിലത്തെ നമ്മളെ ഡിന്നറാണ്. ഡിന്നർ നൈസ് ഫുഡാട്ടോ. ഫുഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഡിന്നർ കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും പിറ്റേ ദിവസം രാവിലെ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എനിക്ക് ശരിക്കും വീട്ടിൽ അമ്മമാരൊക്കെ വെക്കുന്ന ഒരു ടേസ്റ്റാട്ടോ ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് എടുത്തുള്ളൂ. എനിക്ക് രാവിലെ പൂരി അല്ലെങ്കിൽ ദോശ അത് മാത്രമേ എനിക്ക് ഇറങ്ങുള്ളൂ. എനിക്ക് വേറെ ഒരു സാധനം രാവിലെ കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അതെടുത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസ് എസ്തെറ്റിക്കലി എടുക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ പുല്ലൊക്കെ പറിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. അപ്പോൾ റോഷപ്പിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ റോഷപ്പി എന്നിട്ട് നടന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ. പക്ഷെ നല്ല വിറ്റായിരുന്നു നടന്ന് വീഡിയോ എടുത്ത്. പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതായത് എനിക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നൊക്കെ. പക്ഷേ എനിക്കത് മനസ്സിലാവണില്ല. ബേസിക്കലി എങ്ങടെ പോകുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇത് എങ്ങടെ പോകേണ്ടത്. ഇതായിരുന്നു ഞാനെടുത്ത ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇച്ചിരി ക്ലോസസ്റ്റ് വ്യൂ.
പിന്നെ ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. പിന്നെ ഇവിടുത്തെ സർവീസ് അടിപൊളിയാണ് കേട്ടോ. സർവീസ് പറയാതിരിക്കാൻ വയ്യ. നല്ല നല്ല നൈസ് പറയുക സർവീസ് ബോയ്സ്. നമുക്ക് എന്ത് ചോദിച്ചാലും ചിലയിടത്തുണ്ടല്ലോ നമ്മളിങ്ങനെ കുറേ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരുമാതിരി മടിപ്പും അങ്ങനെയൊക്കെ. അപ്പം നമുക്കാണെങ്കിൽ എപ്പോഴും ആവശ്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് പാത്രം വാങ്ങിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് വെള്ളം വേണ്ടി വരിക. വെള്ളം വാങ്ങിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫുഡ് വേണ്ടി വരിക. ഫുഡ് വാങ്ങിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ നോക്കുമ്പോൾ ടവലുണ്ടാവില്ല. നമ്മളെപ്പോഴും ഒരു റിസോർട്ട് പോയി കഴിഞ്ഞാൽ ഒരു 10 പ്രാവശ്യം വിളിക്കും. അപ്പോഴേക്കും അവർക്ക് പിന്നെ മതിയാവും. പിന്നെ അവർ ഫോൺ എടുക്കാതൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും ഈവൻ നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമുക്കെല്ലാം റൂമിലോട്ട് എത്തിച്ച് തരുന്ന നല്ല സർവീസ് ബോയ്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഈവൻ രാവിലെ ഞങ്ങൾക്ക് സൺറൈസ് കാണാൻ നടന്നു പോയി. ആ വീഡിയോയിൽ ഇല്ലാന്ന് തോന്നും. ഞാൻ 5 മിനിറ്റ് നടന്നതിനെ സൺറൈസ് കാണാം. അപ്പോൾ അവൻ രാവിലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടോ, ആക്ച്വലി അത് അവരുടെ ഡ്യൂട്ടീസിലുള്ളതാണ്. പക്ഷേ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്ക് കയറി സൺറൈസ് കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മടുപ്പാണല്ലോ. പക്ഷെ അവന് ഉറക്കപ്പിച്ചയായി അവന് മടുത്ത്. ഇപ്പോൾ ഞാനൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യണ ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണ നേരമാകുമ്പോഴേക്കും അതിനെന്ന് പറഞ്ഞതിലും വരുമ്പോൾ പിന്നെ അതും ഹൈക്കും ചെയ്യണം. കുറച്ച് കേട്ടോ, വലിയ ഹൈക്കിങ്ങൊന്നുമല്ല, ഒരു കുറച്ച് അങ്ങോട്ട് നടക്കണം. അപ്പോൾ അതും കൂടി ആകുമ്പോൾ മടുപ്പാണ്. പക്ഷെ അവനല്ല കുഴപ്പമില്ല കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് അവൻ കൂടെ വന്നു. അപ്പോൾ നൈസായിരുന്നു. പിന്നെ ഞാനിതിൽ വിട്ട കാര്യം, ഇവിടെ ചായ കുടിക്കാൻ ഒരു സ്പോട്ടുണ്ട്. അതായത് ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ ആ തട്ടുകടയിൽ നിന്ന് നമുക്ക് കുറച്ച് ഭയങ്കര ഭീകരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ പഴംപൊരിയും അങ്ങനെ സാധനങ്ങളൊന്നുമല്ല. അവർ സെലക്റ്റീവായിട്ട് 2-4 സ്നാക്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്നാക്സ് നമുക്ക് കഴിക്കാം. പിന്നെ ചായയും കിട്ടും. ഈ വ്യൂ കണ്ട് ചായ കുടിക്കുന്ന അതൊരു വേറൊരു സംഭവം തന്നെ. ഇത് ഇവിടുത്തെ വ്യൂ പോയിന്റ് കേട്ടോ. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു മഞ്ഞുകാലം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ടൈം ആണെങ്കിൽ തോന്നും, അല്ലെങ്കിൽ ഒരു ജൂൺ ജൂലൈ, അപ്പോൾ മഴ വരെ പെയ്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ് വരുമല്ലോ. ആ ഒരു ടൈമൊക്കെ ആണെങ്കിൽ മഞ്ഞത്ത് നിന്ന് ചായ കുടിക്കാൻ നൈസാവും. ബിക്കോസ് ഇവിടെ നല്ല കാറ്റത്ത് ചായ കുടിച്ച് വൈബ് കുടിക്കാൻ നൈസായിരിക്കും കേട്ടോ. ഞാൻ അവിടെ നിന്നിട്ട് ഇവരെ കെട്ടിപ്പിടിക്കും. പ്രാവശ്യം ഭയങ്കര നാണാട്ടോ. ഹീസ് നാണമ്മൻ. നാട്ടിൻ്റെ മുല്ലൊന്നും കാണിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഞാനിങ്ങനെയൊക്കെ കാണിക്കും. അതല്ല എൻ്റെ ഒരു ഇത്. പിന്നെ ഇതൊക്കെ ഇന്നലത്തെ ക്ലിപ്പുകളാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തട്ടുകട. അവിടെ ചെറിയ തട്ടുകട ഉണ്ടായിരുന്നു. ആ തട്ടുകടയാണിത്. ഇതാണ് ചായ. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ്. അപ്പോൾ വ്യൂ പോയിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞല്ലോ റീലിന് ഏതാ പെർഫെക്റ്റ് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇന്നുണ്ട് എന്ത് എലാഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു എലാഞ്ചി എന്തോ എനിക്കറിയില്ല അതിൻ്റെ ശരിക്കുള്ള പേര്. പിന്നെ എന്തോ ഒരു കിഴങ്ങിൻ്റെ ആലു വട. ഇത് പരിപ്പുവടയിൽ പരിപ്പാണെങ്കിൽ ഇതിൽ കിഴങ്ങിൻ്റെ വട. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ടെറസിലുള്ള വ്യൂസ്. നമ്മൾ ടെറസിൽ ഇവനെയും കൊണ്ട് ചുമ്മാ ഓടിക്കാനൊക്കെ പോയി. ബിക്കോസ് അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവൻ അഴിച്ചുവിട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ടെറസിലാണെങ്കിൽ നമുക്ക് അങ്ങനെ അവൻ അഴിച്ചുവിട്ട് അടിക്കാമല്ലോ. അപ്പോൾ നല്ല വ്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞു ആസ് യൂഷ്വൽ ഫുഡ് എടുക്കുക അതുണ്ട്. പക്ഷേ ഞാനങ്ങനെ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ റീലുകളും ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കണം. പൊതുവേ ഞാൻ എവിടെയെങ്കിലും വെക്കേഷനോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്നായിട്ട് ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്കായി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും ഞാൻ ഫോൺ എടുക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ അമ്മാതിരി വ്യൂവും അല്ലെങ്കിൽ എനിക്ക് അത്രയും ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നുന്ന പോയിന്റുകളിൽ മാത്രം ഞാൻ എടുത്താൽ അങ്ങനെ ഉള്ളൂ. എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ എനിക്ക് ഫോൺ എന്ന് പറയുന്ന സാധനം ബോറടിക്കുമ്പോൾ മാത്രം എടുക്കാനുള്ളൂ. അല്ലാണ്ട് ഞാൻ ബോറടിക്കുമ്പോൾ ഞാൻ ഫോൺ അഡിക്റ്റാണ്. അതായത് വീട്ടിലാരുമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെയുള്ള ദിവസം ഞാൻ രാവിലെ തൊട്ട് രാത്രി ഫോൺ നോക്കും. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ട്, വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 8 ദിവസം, ഇപ്പോൾ ന്യൂ ഇയറിനെന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് ഒരു 10 ദിവസം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 10 ദിവസവും ഞാൻ ഫോൺ ലിറ്ററലി കൈകൊണ്ട് തൊട്ടിട്ടില്ല. അപ്പോൾ ആര് വിളിച്ചാലും എടുക്കത്തില്ല, തിരിച്ചും വിളിക്കത്തില്ല, ഫോൺ മെസ്സേജും നോക്കില്ല. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ന്യൂ ഇയറും ക്രിസ്മസും വിഷ് ചെയ്തവർക്ക് ഞാൻ എന്താ പറയുക റെസ്പോണ്ടൊക്കെ ചെയ്തത്. അതങ്ങനത്തെ ഒരു സ്വഭാവം എനിക്ക്. പക്ഷെ ബോറടിക്കുവാണെങ്കിൽ ഞാൻ ഫോൺ ഞോണ്ടി കൈയൊക്കെ ശരിക്കും തഴമ്പ് വരും എന്ന് പറയില്ല, അമ്മാതിരി വരും എനിക്ക്. പിന്നെ ഇതാണ് ഇവിടുത്തെ നടക്കാനുള്ള പാത്ത് വേസ്. പിന്നെ കുറച്ച് വ്യൂസൊക്കെയാണ് കേട്ടോ അത്. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് കോട്ടേജിൽ നേരെ സൺസെറ്റാണ്. പിന്നെ അവിടെ വെച്ചിട്ടും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു.